So let's look at the next chapter, The Big Fish. It's a short story by Hafiz Muhammad. കേരള ഓതറായിട്ടുള്ള ഹാഫിസ് മുഹമ്മദ് എന്നവർ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ ബിഗ് ഫിഷ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്രിട്ടിക് ഓൺ ഗ്ലോബലൈസേഷൻ, അതായത് ആഗോളവൽക്കരണത്തിനെതിരെ എഴുതിയിട്ടുള്ള ക്രിട്ടിക്കലായിട്ട് വിമർശിച്ച് എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്, ഷോർട്ട് സ്റ്റോറിയാണിത്. ദ ബിഗ് ഫിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഗ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ബിഗ് ഇൻഡസ്ട്രീസ് വരുമ്പോൾ എങ്ങനെയാണ് സ്മോൾ ഇൻഡസ്ട്രീസ് നശിക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നത്, അവർക്കൊരു ത്രെട്ടായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ഫിഷ് ഇസ് എ മെറ്റഫോർ ഫോർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ ഫിഷ് ഇസ് എ മെറ്റഫോർ ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിഗ് ഫിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ കുത്തക കമ്പനികൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഈ കമ്പനീസ് വരുമ്പം ലോക്കൽ ഷോപ്പ് ഓണേഴ്സിന് എങ്ങനെയാണ് ഇടിവ് സംഭവിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ഇത് ത്രെട്ടായിട്ട് മാറുന്നത്, അവരുടെ സാധാരണക്കാരുടെ ഉപജീവന മാർഗം എങ്ങനെയാണ് തടസ്സപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലൈനുകൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതിൽ. സോ ഇതിൽ ദ ബിഗ് ഫിഷിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓൺ ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തിന്റെ ചില പരിണിത ഫലങ്ങൾ, ഡിസാസ്ട്രസ് കോൺസിക്വൻസസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം എങ്ങനെയാണ് നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് ലിവിങ് നശിക്കുന്നത്, ഓക്കെ, ഒരു മോഡേൺ മൈൻഡ് സെറ്റിലേക്ക് ആളുകൾ മാറുന്നത് എന്നുള്ളൊരു കാര്യം, ഒരു ട്രാൻസിഷനും ഇതിൽ വരുന്നുണ്ട്. ബിഗ് ഫിഷ് ഇസ് എ മെറ്റഫോർ ഫോർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ആർ ഇന്ററപ്റ്റഡ്. അപ്പം എങ്ങനെയാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ്, നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ അതിന് ഇടിവ് സംഭവിക്കുന്നു, മറ്റുള്ളവരെ അനുകരിക്കുന്നതിലൂടെ എങ്ങനെ തടസ്സപ്പെടുന്നു അറ്റ് ദി ഓൺസെറ്റ് ഓഫ് മോഡേണൈസേഷന്റെ അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിന്റെ വരവോടുകൂടി. ഇതിലെ മെയിൻ ക്യാരക്ടർ, പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് അലസൻകുട്ടിയാണ്. അലസൻകുട്ടി ഫൈൻഡ്സ് പ്ലഷർ ഇൻ സിമ്പിൾ തിങ്സ് ലൈക്ക് വാച്ചിങ് ഫിഷസ് ഇൻ ദ പോണ്ട്. അപ്പോൾ അയാൾ ട്രഡീഷണൽ വേ ഓഫ് ലിവിങ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവരുടെ ജോബ് എന്ന് പറയുന്നത് മണി മൈൻഡഡ് അല്ല, അവർക്ക് എന്താണ് കൂടുതൽ പോണ്ടിലേക്ക് നോക്കിക്കൊണ്ട്, നേച്ചറിലേക്ക് നോക്കിക്കൊണ്ട് അതിനെ ആസ്വദിക്കുക എന്നുള്ള അവരുടെ ഒരു ഹോബി എന്ന് പറഞ്ഞത്. സോ ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പോണ്ടിലെ ഫിഷസിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഹോബി എന്ന് പറയുന്നത്. വൺ ഡേ എ ഗസ്റ്റ് അറൈവ്ഡ്. അപ്പം ഒരു ദിവസം ഒരു ഗസ്റ്റ് വരാണ്, ഒരു ജീപ്പിൽ സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഗസ്റ്റ് വരാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കേസ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. അപ്പൊ ആ പെട്ടിയിൽ ഒരുപാട് ആളുകളുടെ പേരും മണിയും അതുപോലെ തന്നെ അതായത് പെർച്ചേസ് ചെയ്ത. അപ്പൊ ഈ ഒരു ഗസ്റ്റ് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു പുതിയൊരു ബിസിനസ് ഐഡിയ പറഞ്ഞു കൊടുക്കാനാണ്, ഒരു ബിസിനസ് പ്ലാൻ പറഞ്ഞു കൊടുക്കാനാണ്. ആ ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പോണ്ട് എന്ത് ചെയ്യാം, അത് പൂർണ്ണമായിട്ടും ഇവർ ശുചീകരിക്കും, അവർ വൃത്തിയാക്കിയിട്ട്, മീൻസ് ഇൻഫെക്റ്റൻസ് ഒക്കെ സ്പ്രേ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവിടെയുള്ള ഫിഷസിനെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ഫിഷസ് അവിടെ നിന്നാൽ വേറെ പ്രശ്നമുണ്ട്. അതായത് പുതിയ ഫിഷസ് വരുമ്പം, വലിയ ഫാറ്റ് ആയിട്ടുള്ള ഫിഷസ് വരുമ്പം ഈ സ്മോൾ ആയിട്ടുള്ള ഫിഷസിനെ എന്ത് ചെയ്യും, ഈറ്റ് ചെയ്യും എന്നുള്ളത്. സോ ഇതൊന്നും ഒരു പ്രശ്നമല്ല ആരെ സംബന്ധിച്ചിടത്തോളം, ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോഡേൺ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇദ്ദേഹം ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു പുതിയ ബിസിനസ് ആവിഷ്കരിച്ച അല്ലെങ്കിൽ പുതിയ ഒരു മത്സ്യകൃഷി എന്ന് പറയുന്നത്, ആ മത്സ്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് വളർത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവര് കളർ ഫിഷസ് അതുപോലെ തന്നെ വലിയ വലിയ ഫിഷസിനൊക്കെ കൊണ്ടുവരുമ്പോൾ ചെറിയ ഫിഷസ് എക്സ്റ്റിൻറ്റ് ആയി പോകുമെന്നുള്ള സ്വാഭാവികമാണ്. അതായത് വലിയ വലിയ ഇൻഡസ്ട്രീസ് വരുമ്പോൾ എങ്ങനെയാണ് ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് അവർ നശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത്. ആൻഡ് മോട്ടിവേറ്റഡ് അലസൻ ടു ഗ്രോ ഫിഷസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി അത് വളർത്താൻ വേണ്ടി അലസൻ കുട്ടിയെ എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യണം. മരിയം, ദ വൈഫ് ഓഫ് അലസൻ, എൻകറേജ്ഡ് അലസൻ ടു അണ്ടർടേക്ക് ദ ബിസിനസ്. മരിയം എന്ന് പറയുന്നത് ഒരു മോഡേൺ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വൈഫാണ് അലസന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഷി ഹാസ് എ മോഡേൺ മൈൻഡ് സെറ്റ്. ഷി വാണ്ടഡ് ടു മീറ്റ് ബാപ്പ ടു കൺസിഡർ ദിസ് വൺ. അതായത് ഈ ഒരു ബിസിനസ്സിന് ബാപ്പ സമ്മതിക്കും, അല്ലെങ്കിൽ അലസൻ കുട്ടിയുടെ ബാപ്പയുടെ സമ്മതം വേണമെന്ന് പറഞ്ഞപ്പം ബാപ്പന്റെ അടുത്തേക്ക് പോവാണ്. ഇൻ അലസൻസ് ഫാമിലി ഓൾ ഹിസ് സിബ്ലിങ്സ് ഫൗണ്ട് ഹിസ് ജോബ് അബ്രോഡ് എക്സെപ്റ്റ് ഹിം. അലസൻ കുട്ടി ഒഴികെ മറ്റുള്ള എല്ലാ സിബ്ലിങ്സും എന്ത് ചെയ്തിട്ടുണ്ട്, വിദേശത്തേക്ക് പോയിട്ട് ഉപജീവന മാർഗം അല്ലെങ്കിൽ നല്ല ഹൈ സാലറി കാംക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ മരിയമ്മിന്റെ ഒരു വറി എന്ന് പറയുന്നത് അലസൻ ഇപ്പോഴും ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫിൽ ട്രാപ്ഡ് ആണ് എന്നുള്ളത്. മരിയം മോട്ടിവേറ്റഡ് ബാപ്പ, ഓൾസോ സെയിങ് ദാറ്റ് ദ ബിസിനസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്
അപ്പോൾ ബാപ്പക്കും ഒരു ട്രഡീഷണൽ മൈൻഡ് സെറ്റ് ആണ്, പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ അങ്ങനെ ബാപ്പയെ മോട്ടിവേറ്റ് ചെയ്തു ടു ഫൈൻഡ് എക്സ്പെൻസസ് ഓഫ് ദയർ ചിൽഡ്രൻ. മറിയം പറഞ്ഞു ഡോട്ടർ വലുതാവാണ്, കല്യാണ പ്രായമെത്തി, അതുപോലെ തന്നെ മകന് വിദ്യാഭ്യാസ ചെലവുകൾ, ഓക്കെ, ഇതൊക്കെ എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നിറവേറ്റാൻ വേണ്ടി ഇതിന് സാധിക്കും, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിന് സാധിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ, ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാണ്. ബാപ്പ സജസ്റ്റഡ് ബോത്ത് ടു ഹെഡ് അപ്പ്, അതായത് മുന്നോട്ട് പോവാൻ, ഓക്കെ, മുന്നോട്ട് പോവാൻ നിർദ്ദേശിച്ചു ബാപ്പ. ഇഫ് ദേ ഫൈൻഡ് ഇറ്റ് വർത്ത്, അതായത് അവർക്ക് മെച്ചമുണ്ടാവുമെന്ന് തോന്നിയാൽ, വേർത്താവുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം എന്നുള്ള ഒരു സമ്മതം കൊടുക്കുകയാണ് ബാപ്പ. പക്ഷെ അലസൻകുട്ടി എന്ത് ചെയ്യുന്നില്ല, അതിന് സമ്മതിക്കുന്നില്ല. അലസൻകുട്ടി റിലക്റ്റൻലി അഗ്രീഡ് വിത്ത് ദിസ്, മനസ്സിലാവണത്തോടു കൂടിയാണ് അവസാനം സമ്മതം മൂളുന്നത്. Then the pond was sprayed with disinfectant. New fishes arrived. എങ്ങനെയായാലും മനസ്സിലാവാൻസോടുകൂടി അലസൻകുട്ടി ഇതിനെ സമ്മതിച്ചു. ഈ ഫിഷസിനെ അവർ എന്ത് ചെയ്തു, അവിടെ വളർത്തി. അപ്പോൾ when Alison came there to chat with the fishes after സുബ്ഹ് നമാസ്, സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹം പതിവായി വരുന്നത് പോലെ ഈ ഫിഷസിനെ വാച്ച് ചെയ്യാൻ വേണ്ടി, അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതിന് തീറ്റ കൊടുക്കുമ്പോൾ ഈ വലിയ ഫിഷസ് എന്ത് ചെയ്യാണ്, അത് കൊത്തി തിന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് മൊത്തം ആർക്കാണ്, ഈ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അവർ വിഴുങ്ങുന്നു, അറിയാതെ നമ്മളെ ട്രാപ്പ് ആക്കുന്നു എന്നുള്ളത്. ഓക്കെ, EMI പോലെയുള്ള സംവിധാനങ്ങൾ ഒക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാം, അത് നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ട് പറയാം, EMI പോലെയുള്ള സംവിധാനങ്ങൾ. ഇറ്റ് വാസ് സാഡ് ടു സീ ദ ഫാറ്റ് ടീമിങ് ജൈജാന്റിക് ഫിഷസ്. അപ്പം അദ്ദേഹത്തിന് വലിയ വലിയ ഫിഷസിനെ കണ്ടപ്പം, ഭീമാകാരമായിട്ടുള്ള ഫിഷസിനെ കണ്ടപ്പം ഈ പാവം ഫിഷസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കണ്ണീർ പൊഴിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അലസൻകുട്ടിക്ക് വരികയാണ്. വേർ സ്പ്ലാഷിങ് ആൻഡ് ഓൾമോസ്റ്റ് സ്വാലോയിങ് ദ ലീൻ സ്മോൾ ഫിഷസ്, തടിയില്ലാത്ത ലീനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പഴയ ഫിഷസിനെ കഴിക്കുന്നത് പോലെ, തിന്നുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാവുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് വരികയാണ് അലസൻകുട്ടിക്ക്.